നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ ഒരു പുതിയ വാഹനം മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ ഫീച്ചേഴ്സും അത് റോഡിൽ ഹിറ്റാകുമോ എന്നും ഭാവിയിൽ അതിന് നല്ല റീസെയിൽ വാല്യൂ കിട്ടുമോ എന്നും കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് നമ്മുടെ ഇടയിലെ വണ്ടി പ്രാന്തന്മാർ. വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ ചിലർക്ക് മാർക്കറ്റിൻ്റെ കാര്യം മുൻപേ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പലരും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കാറുമുണ്ട്, പൈസ നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത്. പക്ഷേ നമുക്കാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പണം വളർത്താൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യവുമാണ്. കാരണം ബാങ്കിലൊക്കെ കിട്ടുന്ന 5 അല്ലെങ്കിൽ 6% കൊണ്ട് ഇപ്പോൾ ഒന്നും ആവില്ല. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള അത്രയും സ്ട്രോങ് ആയ സ്റ്റേബിളായ ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റും. ബജാജ് ലൈഫിൻ്റെ നിഫ്റ്റി 500 ലോ വൊലാറ്റിലിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അതും ഈ വരുന്ന ഏപ്രിൽ 30 വരെ മാസം 2000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. കൂടുതൽ അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തേക്കാം. ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് നോക്കിയാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 20.4%, 19% ശരാശരി റിട്ടേൺസ് ഓരോ വർഷവും തന്നിട്ടുണ്ട്. വെറും 10 രൂപയാണ് NAV വരുന്നത്. അതുമാത്രമല്ല, മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവർ കിട്ടുന്നതോടൊപ്പം തന്നെ 2.5 ലക്ഷം വരെ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന പ്രോഫിറ്റിന് ടാക്സുമില്ല. പ്രവാസികൾക്ക് മാസം 18,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം മലയാളത്തിൽ തന്നെ ഇവരോട് ചോദിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ വീട്ടിലെത്തി വിശദമായി പറഞ്ഞുതരാൻ ഒരാളെ ആവശ്യപ്പെടാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കും. കൂടാതെ ഇതിൽ 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ടെന്നുള്ള കാര്യവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയും കാലം മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഏപ്രിൽ 30 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു BMW X3 ഓണറിനാണ്. നമസ്കാരം. ഹായ്, പേര് അഖിൽ. എന്ത്? ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്സിന്റെ ഒരു പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ശരി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പലരും അവിടെ എന്താ പഠിപ്പിക്കുന്നത്? അവിടെ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുന്നു. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയല്ല. കാരണം ഞങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മുടെ തന്നെ വെയർ ഹൗസുകളും പ്ലാന്റുകളും ഉണ്ട്. ഞങ്ങൾ ഫുഡ് പ്രൊഡക്റ്റ്, ഫ്രോസൺ റൈസ്, പൾസസ് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു. ശരി. അപ്പൊ അവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കണ്ടു തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. ചെയ്തും പഠിക്കാം. അവർക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാം. നമുക്ക് പാലക്കാട് ഒരു വലിയ ക്യാമ്പസ് തന്നെയാണ്. പേര് കമ്പനിയുടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ബിറ്റ്സ്. അത് ബിറ്റ്സ് ബ്ലീക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ്. അപ്പൊ ഇപ്പൊ ഈ യുദ്ധം പ്രമാണിച്ച് എക്സ്പോർട്ടിനൊക്കെ ബാധിച്ചിട്ടുണ്ടോ കാര്യമായിട്ട്? ആക്ച്വലി എക്സ്പോർട്ടിന് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് അപ്പോഴും ഇതിന് ഓൾട്ടർനേറ്റ് ചെയ്യാനുള്ള മാർഗം നോക്കിയതാ. കാരണം ഞങ്ങള് കാനഡ, UK പോലുള്ള കൺട്രികളിൽ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഫ്രോസൺ പ്രൊഡക്റ്റുകളാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യുക എന്നുള്ളതാണല്ലോ. കടക്കാൻ പറ്റിയല്ലോ. ഇല്ല, ഞങ്ങൾക്ക് GCC ബിസിനസ് വളരെ കുറവാണ്. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നതാണല്ലോ. അവിടുത്തെ ഇഷ്യൂ കൊണ്ടാണ് ഒന്നും വരാത്തതാണല്ലോ. ഇത് കുറച്ച് പറഞ്ഞ പോലെ തന്നെ ഹോർമുസിയുടെ വണ്ടി വന്നില്ല, പാർട്സ് വന്നില്ല. അപ്പൊ എന്തുകൊണ്ട് X3 ഉപരി ഞാൻ BMW എന്നൊരു സാധനം. ആക്ച്വലി എനിക്ക് വലിയ പ്രായമായിട്ടില്ല. നോർമലി വണ്ടി ഓടിക്കും. ഒരു ഡ്രൈവറെ വെച്ച് ഓടിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. വണ്ടി ഓടിക്കുക, അങ്ങ് പോവുക, അത് തന്നെ. ഓക്കെ. ആക്ച്വലി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊരു സംഭവത്തിലായിരുന്നു ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് BMW എടുത്തത്. ഇത് 4 മാസം മുമ്പ് BMW എടുത്തു. അത് 5 സീരീസ് ലോങ് വീൽ ബേസ് എടുത്തത്. അതാണ് ആദ്യം എടുത്തത്. ഇതാണോ? അതാണ് ആദ്യം. അതെ. അപ്പൊ അത് ഒരു സെഡാനാണ്. ആ സെഡാനാണ് ശരിക്കും നമുക്ക് ഓടിക്കാൻ ഏറ്റവും ഒരു രസം BMW-ന്റെ. എന്നിട്ട് അതിലൊക്കെ കുറച്ചുകൂടി രസം കുറഞ്ഞ ഒരു SUV-ലേക്ക് പോയ പിന്നെന്താ? ആക്ച്വലി അത് പെർഫോമൻസും എല്ലാം അടിപൊളിയാണ്, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഗുണം, ഇതിന്റെ അഡ്വാൻറ്റേജ് അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്. പിന്നെ ഡീസലാണ്, അത് പെട്രോളാണ്. ഓക്കെ. വണ്ടി ഓടിച്ച ആ ഒരു സുഖം കൂടുതൽ കിട്ടുന്ന ചിലപ്പോൾ 5 സീരീസിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഒരു കൺവീനിയന്റ് ആയിട്ട് യൂസിനും നമ്മുടെ കുഴികളും വലിയ വലിയ കുഴികളാണ്, ചെറുതൊന്നുമല്ല. അപ്പോൾ അതിന് നല്ലത് ഇത് തന്നെയാണ്. പിന്നെ അടിയിടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി യൂസ് ഡീസലായിരിക്കും എപ്പോഴും നല്ലത്. ഈ പെട്രോളിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് 5 സീരീസിൽ? പെട്രോളിന് എനിക്ക് 7-6 ആ റേഞ്ചാണ് കിട്ടുന്നത്. ഓടിക്കലിന്റെ ആയിരിക്കും. ഹൈവേയില് 9-10 കിട്ടാറുണ്ട്. പക്ഷെ ഹൈവേയിലായാലും സ്പോർട്സ് മോഡ് ഓടിച്ചങ്ങ് പോകും. കാരണം അത് പെട്രോൾ വണ്ടിയാണ്. അതിനകത്ത് കിട്ടുന്ന ഒരു ത്രില്ല് വേറെ ഒന്നാണ്. ഇതിന് നമുക്കൊരു പെർഫോമൻസ് കാറാണ്. മൈലേജ് നോക്കണമെന്ന് പറയാലോ. പിന്നെ ഒരു 14 ഇപ്പൊ ഏറ്റവും പുതിയ BMW 2024 ശേഷം ഈ രീതിയിലേക്ക് ഗ്രില്ലും കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊരു മാറ്റം വന്നല്ലോ. ഏത് ഷേപ്പ് ഇഷ്ടം? ഇതാണോ?
എനിക്ക് 2 വണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളുകൾ നമ്മൾ നോക്കുന്നൊരു സംഭവമല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു റോഡ് പ്രസൻസ് അങ്ങ് മാറി. കാരണം ഇതിനകത്തുള്ള ആ ഒരു ലൈറ്റ് അങ്ങ് വന്നു കഴിഞ്ഞു വെച്ചാൽ ഇത് കിട്ടുന്നൊരു രസമാണ്. പിന്നെ പഴയ ഗ്രില്ല് ഒരുപാട് വണ്ടികളായി എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് ഒരുപാട് 3 സീരീസ് തന്നെ ഒരുപാടുണ്ട്. പിന്നെ ബോഡി ഗേറ്റ് ചെയ്തുണ്ട്. അപ്പോ ഇതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് വന്നപ്പോൾ നല്ലതാണ്. ഇപ്പൊ 7 സീരീസ് വന്നത് മാറ്റി. അതെ, പക്ഷെ എനിക്ക് എന്താ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു ഇത് ഇലക്ട്രിക്കിന്റെ ഒരു രീതികളിലേക്ക് പോയി ഇല്ലേ. ഗ്രില്ലൊക്കെ ഒരു ഇലക്ട്രിക് ഇവരുടെ ഇലക്ട്രിക്കിന്റെ രീതികളിലൊക്കെ ഗ്രില്ലും ഒക്കെ മാറിയത് അതൊരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് പഴയ BMW പഴയ ശരിയാണ്. എനിക്ക് ഞാൻ പറഞ്ഞത് എപ്പോഴും ആ കിഡ്നി ഗ്രില്ലിന് അതിൻ്റെതായ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. ശരിക്കും ഇതിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞേ ഒന്നും ഒള്ളി പറഞ്ഞത് എന്താണ്, റോഡ് പ്രസൻസ് ആണ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. വണ്ടി രാത്രി ഇപ്പൊ നമ്മളൊന്ന് പോകുമ്പോൾ എല്ലാരും നോക്കും എല്ലാവർക്കും ഒരു BMW ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിലാണ് നമ്മൾ വണ്ടി എടുത്തത്. എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയോ? നെഗറ്റീവ് നോർമൽ SUV-യുടെ നെഗറ്റീവ് എന്താ, വണ്ടി ഹൈറ്റ് കൂടുതലായത് കൊണ്ട് ഇപ്പൊ ഞാൻ 5 സീരീസ് ഓടിക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ നോർമലി ഒരു ചെറിയൊരു കംഫർട്ട് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. വേറെ ഇഷ്യൂസ് ഒന്നും എനിക്കിപ്പോ തോന്നുന്നില്ല. ഓൺ റോഡ് 97. അതും ഏകദേശം മാച്ചിങ് റേറ്റ് ആണ്. നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതിനകത്ത് ക്യാമറ BMW തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വെച്ചിട്ടുണ്ട് അതിന്റെ തന്നെ. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ ഒരു കോസ്റ്റ് 5 നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഒരാൾ ചോദിക്കാണ് 5 സീരീസ് എടുക്കണോ ഇതെടുക്കണോ എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആളുടെ യൂസ് അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ഞാൻ ഡെയിലി ഹൈവേ കൂടെ പോയി ആ ഒരു ഡ്രൈവ് ത്രില്ലടിച്ച് പോയി സംബന്ധിച്ചിട്ട് ആ ഒരു അനങ്ങണ്ട വണ്ടിനകത്ത് അനങ്ങണ്ട എന്നുള്ള ഓളാണെങ്കിൽ അതാണ് 5 സീരീസ്. ഇത് എല്ലാ കാട്ടി കൂടെ കയറി നമുക്ക് ആ റഫ്യൂസ് അടിച്ച് അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണം. എങ്കിൽ പോലും ഇപ്പൊ ഒരു BMW എടുത്ത സാധാരണഗതിയിൽ പിന്നെ നമ്മള് ബെൻസോ അല്ലെങ്കിൽ വേറെ ഇടത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കില്ലേ? ഒരു ഷെഡ് 2 BMW കിടക്കണ്ടെന്ന് ചിന്തിക്കാറുണ്ടല്ലോ. എന്താ പിന്നെ ശരിക്കും അത് നല്ല ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ കുറെ നേരം ചോദിക്കാം. ഭാര്യ ചോദിച്ചോ? ഭാര്യ ചോദിച്ചു. ആക്ച്വലി എന്റെ പാർട്ണറുണ്ട്, ചോദിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസ് ഓടിച്ചിട്ട് എനിക്ക് ഇതിന്റെ അത്ര കിട്ടുന്നില്ല. AMG ഓടിച്ചിട്ട് പോലും ഒരു പെർഫോമൻസ് പോലെ അല്ല, പെർഫോമൻസ് അല്ല. അത് എനിക്ക് തോന്നുന്നു അതിനെനിക്ക് അകത്ത് സീറ്റിങ്ങും എല്ലാം കൂടി അത് AMG ഫുൾ അത് ശരിക്കും പ്യുവർ AMG അതിന്റെ പെർഫോമൻസ് ഉണ്ട്. ഇത് നോക്കുമ്പോൾ നമ്മൊന്ന് ഫാമിലി ആയിട്ട് പോകാം, ബിസിനസ് നോക്കാം, പിന്നെ എവിടെയെങ്കിലും പോകാം, പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. ഒരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കേണ്ട സെറ്റപ്പ് ഇല്ല, ഇനിയും പറ്റില്ല. കാരണം നമ്മളെപ്പോഴും അപ്പുറത്തിരുന്നിട്ട് ഇപ്പുറത്തിരിക്കുമ്പോൾ വേറെ ഫ്രണ്ട് വണ്ടി ഓടിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് എല്ലാവരുടെയും പ്രശ്നമാണ്. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എല്ലാവരും പ്രശ്നമാണല്ലോ. ചിലപ്പോൾ നമ്മൾ ഇവര് ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പീഡിൽ പോകും. അപ്പൊ ചവിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ചവിട്ട്. അപ്പൊ എന്തായാലും ഈ 2 വണ്ടി 4 മാസമേ ആയുള്ളൂ, 5 മാസമേ ഉള്ളൂ. അതുകൊണ്ട് സർവീസ് കോസ്റ്റ് ഒന്നും നമുക്ക് ഇതുവരെ ഒന്നും പറയാനും ഇല്ല. സർവീസ് നമ്മൾ ഒരു സർവീസ് കഴിഞ്ഞു, വണ്ടിയിൽ കാണിക്കും. എനിക്ക് തോന്നുന്നു ഇതിനെ വണ്ടി തന്നെ ബെൻസിൽ എനിക്ക് തോന്നുന്നു 10,000 15,000 ആ റേഞ്ച് നമുക്ക് ചെയ്യണം. അങ്ങനെയല്ല, എന്തോ 1 year ആണ്. അല്ല, ഇത് വണ്ടി തന്നെ പറയും, വണ്ടിയിൽ സോഫ്റ്റ്വെയർ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. എനിക്ക് 5 സീരീസ് എടുത്തിട്ട് 1 year ആയി. കറക്റ്റ് 1 year. കഴിഞ്ഞ മാർച്ച് 28 ഈ മാർച്ച് 28 എനിക്ക് 67,000 പക്ക സാധാരണ സർവീസിന് 67,000 അല്ല, മൊത്തം 1 year 67,000 ഓയിൽ സർവീസ് 2 കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ല. ഇപ്പോഴാണ് ബ്രേക്ക് പാഡിന്റെ ഒരു വാണിംഗ് വന്നിരിക്കുന്നത്. ടയർ ഏകദേശം തീരാറായി. അത് എനിക്ക് ഒരു 15,000 ടയർ തീർന്നു. ടയർ ഓൾമോസ്റ്റ് തീരാറായെന്ന് പറയാം. വണ്ടിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നില്ല. അത് വണ്ടിയുടെ കുഴപ്പമല്ല, അത് വണ്ടിയുടെ കുഴപ്പമില്ല. ഞാനത് പറയുന്നില്ല. ഇത് അതിന് മുമ്പ് തീരുമല്ലോ. ഇത് തീരൂല, കാരണം ഇത് ഹൈവേ കൂടെ പറഞ്ഞ. ഇതിപ്പോ ഗോവ പോയി കൊടൈക്കനാൽ പോയി ഊട്ടി പോയി. പക്ഷേ ഇത് 4 മാസമുള്ള 23,000 കിലോമീറ്റർ ആയി. 4 മാസം 23,000. അതാണ് വ്യത്യാസം വന്നത്. അപ്പൊ ഇനി എന്താണ്, പോർഷയിലൊക്കെ പോകുന്നുണ്ടോ? അടുത്തൊരു ഇനി പോർഷ അല്ല, ഇനി ഒരു ഡിഫൻഡർ പോവാന്ന്. അതാണ് തീരുമാനമൊന്നുമില്ല. ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഒത്തുരി പോയി, ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓടിച്ചു, ഇഷ്ടമാണ്. പോർഷയിലേക്ക് പോവാൻ എനിക്ക് താല്പര്യം ഇപ്പോഴത്തെ മൈൻഡിലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 സീരീസ് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം സെഡാൻ നമ്മുടെ നാടിന് പറ്റിയത് ഒരു സംഭവം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ വീട്ടിൽ ഇറങ്ങുന്ന ഒരു വഴി പോലും തട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ ബെൻസ് ഓടിച്ചിട്ട് പോലും അത്രയ്ക്ക് പോരാൻ തോന്നിയ ഡിഫൻഡർ എന്താ അത്ര ഇഷ്ടപ്പെടാൻ കാര്യം? ഡിഫൻഡർ ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ചിലപ്പോ ട്രെൻഡുകളും റീലുകളും കണ്ടിട്ടൊക്കെ ആയിരിക്കും.
ഒരിഷ്ടം ആ ഒരു വൈൽഡ് ലുക്ക് അത് കണ്ടു. അല്ല ഇനി ഒരു അപ്ഡേറ്റ്, ഇനിയിപ്പോ 2 വണ്ടി എടുത്തതിക്ക് ഈ ഒരു വണ്ടി എമർജൻസി കൂടി എടുക്കാൻ പറ്റില്ല. അതില്ല എങ്കിലും ഇതിപ്പോ 23,000 4 മാസം കൊണ്ട് ഓടിയെങ്കിൽ ഇതിപ്പോ പെട്ടെന്ന് തന്നെ 1 ലക്ഷമൊക്കെ അത് മിക്കൊക്കെ ചെയ്യുമല്ലോ. അത് വിൽക്കും. അതെ ഓക്കെ, അപ്പൊ ഇനിയൊരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ ഡിഫൻഡർ ചിലപ്പോ ആ സമയത്ത് വേറെ വണ്ടി, ഡിഫൻഡറിന്റെ ഒക്കെ പുതിയതൊക്കെ വന്നേക്കാം ആ സമയം ആകുമ്പോഴത്തേക്കും. അതല്ലെങ്കിൽ വേറെ വണ്ടി വരികയാണെങ്കിൽ അല്ല ഞാൻ ഡിഫൻഡറിന് ഒരു ഓപ്ഷൻ ഉറപ്പിച്ച് പറഞ്ഞല്ല, നേരെ വേറെ വണ്ടിന്റെ എൽസി ഉണ്ട്. ആകാലോ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നല്ലൊരു ഈ പറഞ്ഞ പോലെയാണ് ഈ പിന്നെ കൃത്യമായിട്ട് ഇന്ത്യയിലെ റോഡുകൾ അല്ല കേരളത്തിലെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ ഈ SUV അതുപോലെ തന്നെ സെഡാൻ നമ്മളുടെ ഡിഫറൻസ് കൃത്യമായിട്ട് അനുഭവിക്കുന്ന ആളാണ് ഈ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എനിക്ക് കൊണ്ടൊരു സെഡാനും ഒരു SUV, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ധൈര്യമായിട്ട് കാലെടുത്ത് പോകണമെങ്കിൽ SUV വേണം. സൂപ്പർ നല്ല ഗംഭീര സാധനം. ഇല്ല അടിയിടിക്കൽ ഈ പറഞ്ഞാലോ ഒന്ന് ശ്രദ്ധിച്ച് പോകണം, ബമ്പൊക്കെ ഒന്ന് ചെരിച്ചൊക്കെ ഇറക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ബെൻസിൻ്റെ GL AMG എടുത്തത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ പവറാണ് രണ്ടിനും, പക്ഷെ നമുക്ക് പേടിക്കാതെ കാല് കൊടുക്കുക SUV ആകുമ്പോൾ. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അല്ല ഇവിടുത്തെ യൂസിന് ഇപ്പം എന്താ പറ്റിയത് ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ച് വണ്ടി. അതുകൊണ്ടാണ് നമ്മുടെ കോമറ്റ് ആണ് നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് എനിക്ക് ഒരെണ്ണം എടുക്കണേ. തീർച്ചയായിട്ടും എടുത്തു, ധൈര്യമായിട്ട് എടുത്തു, ഒന്നും പേടിക്കണ്ട. സിറ്റിയിൽ ഓടിക്കാനേ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഞാനോ വരുന്നു ടാറ്റ നാനോ EV വരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഡിഫറെൻ്റ് ആയിട്ട് കാണാം. Thank you. Okay, thank you. അപ്പോൾ ഇനി നമ്മളൊരു സുസുക്കി ആക്സസിൻ്റെ ഓണറിനാണ് പരിചയപ്പെടുക. ഇപ്പോൾ ഈ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റുകളിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു വാഹനമാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ആക്സസിനാണ്. നമുക്ക് അതിനെ എൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര് രഞ്ജിത്ത്. ഞാൻ ഇൻഫോപാർക്കില് ITM വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വയല്. കൊച്ചിക്കാരനാണോ? കൊച്ചിക്കാരനല്ല, ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂർ ഇരിങ്ങാലക്കുട അടുത്താണ് എൻ്റെ സ്ഥലം വരുന്നത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പം സ്ഥിരമായിട്ട് ഓഫീസിൽ പോകാനാണോ ആക്സസ് വാങ്ങിച്ചത്? ഡെയിലി കമ്മ്യൂട്ട് ആണ് മെയിൻ ആയിട്ട് പ്രൊപ്പോസ് ചെയ്തത്. നമുക്ക് പ്രൈമറി വെഹിക്കിൾ കാറുണ്ട്. സോ അത് കൂടാതെ നമുക്ക് ചെറിയ യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വണ്ടി കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും എല്ലാവരും ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നത്? EVയിൽ നമുക്കൊരു നമുക്ക് അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത്രയും യൂസേജ് വരുന്നൊരു ഫാക്ടർ വരുന്നില്ല. സോ ആ ഒരു റീസൺ കൊണ്ട് നമ്മൾ EV പ്ലാനിലുണ്ടായിരുന്നു. ബട്ട് നമ്മൾ അതിന്റെ ഒരു കോസ്റ്റ് കമ്പാരിസണും നമ്മൾ അതിന്റെ ഒരു മെയിൻ്റനൻസും എല്ലാം നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ബെറ്റർ കഴിച്ചുമാണ് ഇതിലെത്തിയത് അല്ലേ? അതുണ്ട്, കൂട്ടിയും കഴിച്ചാണ് എത്തിയത്. അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കണ്ണിപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇഷ്ടപ്പെട്ടത് റിവർ നല്ലൊരു ഇന്ത്യ റിവറിന്റെ ഒരു മോഡൽ നല്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ മോഡലായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു എസ്തെറ്റിക് ലുക്കും അതിന്റെ ഒരു പവറും എല്ലാം പെർഫോമൻസ് എല്ലാം അത് ഇവയിലൊക്കെ ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ടായിരിക്കണമല്ലോ അല്ലെ? അതൊരു യൂത്ത്ഫുൾ സാധനം ആയതുകൊണ്ട് പയ്യന്മാരൊക്കെ അതാണ് അധികം കാണുന്നത്. ഒരുപാട് സിനിമകളിലും അതൊരു നല്ല വണ്ടിയാണ്. അപ്പൊ ഈ ആക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതായിരുന്നു? വേറെ ഏതെങ്കിലും നോക്കിയോ അതോ ഈ സുസുക്കി ആക്സസ് മതി തീരുമാനിച്ചായിരുന്നോ? ആക്സസ് ഇപ്പോഴും ഒരു മൈൻഡിലുള്ള ഒരു വണ്ടിയായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്കൂട്ടർ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി വേറെ വരുന്നത് ബൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ യൂണിക്കോൺ യൂസ് ചെയ്തിരുന്നു. സോ ഇപ്പം നെക്സ്റ്റ് ഒരു സ്കൂട്ടറിലേക്ക് പോകുന്നൊരു കേസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സസ് ഒരു പഴയ മോഡൽ ആക്സസ് ഒക്കെ കുറച്ചും കൂടിയും പ്രിഫറബിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ മോഡലായിട്ട് ഇവർ ലോഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണെന്നുള്ള ഒരു ABS വേർഷൻ അവർ റിലീസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു മൈൻഡിൽ നമ്മൾ എത്ര കാലം ഇപ്പം എടുത്തിട്ട്? ഒരു 3 months ആവാറായി. 3 months. എത്ര രൂപയായി ഓൺ റോഡ്? ഓൺ റോഡ് 1.23. സോ വിത്ത് ആക്സസറീസ് അവർ അത്രയും നമുക്ക് വന്നു. അപ്പോൾ യൂണിക്കോൺ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ് ഇഷ്ടപ്പെട്ട വണ്ടി? യൂണിക്കോൺ എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് റൈഡിന് നമുക്ക് വളരെ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആക്സസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഒരു യൂസർ നമുക്ക് ചെറിയ യൂട്ടിലിറ്റിയും കാര്യങ്ങളും ഒരു ഷോർട്ട് റൈഡും ഒക്കെ പോകാനും കുറച്ചും കൂടി, എസ്പെഷ്യലി ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതാണ് കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഈ യൂണിക്കോൺ ഉള്ള ഒരാളെന്നുള്ളതിലേക്ക് ഹോണ്ടയുടെ ആക്റ്റീവയിലേക്കോ അങ്ങനെയൊന്നും നോക്കിയില്ല? പിന്നെ ആക്റ്റീവ ഉണ്ടായിരുന്നു മൈൻഡിൽ, കമ്പാരിസണിൽ ഉണ്ടായിരുന്നു. പക്ഷെ അഗെയിൻ നമ്മൾ ഈ കമ്പാരിസണിൽ കുറച്ചും കൂടിയും ഒരു പവറും പിന്നെ നമ്മുടെ നിയർ ബൈ സർവീസും കോസ്റ്റും മെയിൻ്റനൻസും എല്ലാം നമ്മൾ നോക്കിയിട്ട് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇപ്പോൾ ഈ ഒരു ലുക്ക് കുറച്ച് ആ ഒരു പ്രിഫറബിളി അതും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. 3 മാസം ഓടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇതിനെ പറ്റിയുള്ള ഔട്ട് ഓഫ് 10 എത്ര പോയിന്റ് കൊടുക്കും? ഔട്ട് ഓഫ് 10 നമുക്ക് ഇതിനൊരു
8 കൊടുക്കാം. 8. ഈ 2 പോയിന്റ് എവിടെ പോയത്? 2 പോയിന്റ് പോയത് എന്ന് പറയുന്നത് നമുക്കൊരു യൂസർ എക്സ്പീരിയൻസിന്റെ ഒരു ബേസിസിലാണ്. അത് ഇവരിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫീച്ചർ അങ്ങനെയാണ്. നോർമലി നമ്മളിപ്പോൾ ഇതിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ നമുക്ക് ഡിസ്പ്ലേ വരും, പക്ഷെ ദർ ഇസ് നോ ബസർ. അപ്പൊ നമുക്ക് ആ ബസറിന്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ആയിട്ട് പോയിട്ട് നമുക്ക് പെട്ടെന്നൊരു ഇതാണ്. പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവും നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ. ലൈക്ക് നമ്മൾ ടേൺ ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേറൊരു അതും ഒരു ഫീച്ചറായിട്ട് തന്നെയാണ് തവണ ആക്സസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് കിക്ക് സ്റ്റാർട്ട് ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നില്ല. ABS സോ ബേസിക്കലി അത് ABS കൺസോൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ചവിട്ടി സ്റ്റാർട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല? ഇല്ല, അത് ആ ഒരു ഓപ്ഷൻ ഇല്ല. അതൊരു നോൺ ഫീച്ചറായിട്ട് തന്നെയാണ് ഇവര് പറയുന്നത്. നമ്മളത് എല്ലാം നോക്കിയിരുന്നു. ഇതിന്റെ ലോവർ വേർഷനിൽ നമ്മൾ കമ്പയർ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കിക്ക് സ്റ്റാർട്ടും എല്ലാം അവൈലബിൾ ആണ്. ABS ഫിറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ച ആണ് അല്ല? ABSന്റെ ഒരു ഇതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബ്രേക്കിംഗ് അതുപോലെ എഫിഷ്യന്റ് ആണോ? ബ്രേക്കിംഗ് നല്ല എഫിഷ്യന്റ് ആണ്. നമ്മളൊരു ലോങ് റണ്ണിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഹൈവേസിലൊക്കെ പോകുമ്പോഴും നമുക്ക് ആ ബ്രേക്കിംഗ് കറക്റ്റ് അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ്, അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു വലിയ ജർക്കും ഫീൽ ഇല്ലാതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മൈലേജ് നോക്കിയോ ഈ 3 മാസത്തിൽ? മൈലേജ് എനിക്കൊരു നിയർ ബൈ 50+ വരുന്നുണ്ട്. 50+? ഞാൻ കൂടുതലും ഇതിലൊരു എക്കണോമി റൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ 2-3 മോഡുണ്ട്. ഇപ്പോൾ എക്കണോമി, ഇപ്പം നോർമലി നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ആണ് ഓടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 50 കിട്ടുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിക്കിന് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഇലക്ട്രിക്കൽ നമുക്ക് വേറൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജിങ് പോയിന്റ്സ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കൂടുതലും ഒരു പെട്രോൾ വാഹനത്തിലേക്ക് നമ്മളങ്ങനെ അതും ഒരു റീസൺ ആണ്. യൂണിക്കോൺ എന്ത് വില കിട്ടുന്നുണ്ടാവും? യൂണിക്കോൺ ഒരു 45-46 അത് ഓൾമോസ്റ്റ് ഒരു 8 വർഷമായി ഉപയോഗിക്കാൻ തുടങ്ങി. സോ സ്റ്റിൽ നമുക്കത് ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. കാർ ഏതാ ഉപയോഗിക്കുന്നത്? കാർ ഇഗ്നിസ് ആണ്, ഇഗ്നിസ് ആണ്. അതും ഓൾമോസ്റ്റ് ഒരു 5-6 years ആയി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇഗ്നിസ് ഒരു സെക്കൻഡ് ഹാൻഡ് വേണമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് പുതിയ വണ്ടികളുടെ വിലയാണ് പഴയതിന് പോലും ഇഗ്നിസിന്. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. അത്രയും റീസെയിൽ വാല്യൂ ഇഗ്നിസിനുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് നമ്മളിങ്ങനെ കേട്ടു, 6 എയർ ബാഗ്സ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അതും എക്സ്പ്രസ് നിർത്തുകയാണെന്ന് അനൗദ്യോഗികമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഭയങ്കര വില. 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്കാണ് സെക്കൻഡ് ഹാൻഡിന് ഇഗ്നിസിന് കൊള്ളാവുന്ന വണ്ടി ഇപ്പോൾ ചോദിക്കുന്നത്. അതൊരു ഭയങ്കര റൈഡിംഗ് കംഫർട്ടുള്ള വണ്ടി, നല്ല വണ്ടിയാണ്. അത് ഇന്ത്യക്കാർ മനസ്സിലാക്കി ഇത്തിരി വൈകിപ്പോയി ഇഗ്നിസിന്റെ കാര്യത്തിൽ. തുടക്കത്തിൽ അത്ര അധികം ഇതായില്ല, പക്ഷെ പിന്നെയാണ് അതിനൊരു ഒരു മൗത്ത് പബ്ലിസിറ്റിയിലാണ് അത് പിന്നീട് ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നതിന് ശേഷം നന്നായിട്ട് സെയിൽ ആയത്. അതെ. അപ്പോൾ എന്തായാലും ആക്സിഡന്റ് കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്നെ ഞെട്ടിച്ചു. 50 കിലോമീറ്ററുകൾ മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ പുതിയ വണ്ടി വന്നപ്പോഴത്തേക്ക് നല്ല ഷേപ്പായി. പിന്നെ ABS അത്രയും കാര്യങ്ങൾ, കണക്ടിവിറ്റി അത്യാവശ്യം റൈഡ് കണക്ടിവിറ്റി ആപ്പ് ഉണ്ട്. അതുണ്ട്. ഇതിന്റെ അടുത്ത വേർഷനിൽ വരുന്ന TFT മോണിറ്റർ ആണ്. ഇതിന്റെ ആവശ്യമുള്ളൂ, പക്ഷേ നമുക്കത് ഇത്ര വേണ്ടു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി മോഡലുകളൊന്നായ മഹീന്ദ്രയുടെ 9e ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? പ്രമോദ്. എന്ത് പ്രമോദ്? എന്ത് ചെയ്യുന്നു? ഞാൻ അഡ്വർടൈസിംഗ് കമ്പനിയുടെ എവിടെ? എളമക്കരയാണ് ഓഫീസ്. 25 വർഷമായി. കംപ്ലീറ്റ് കോർപ്പറേറ്റ് വർക്കാണ്. ഇൻഡോർ ഔട്ട്ഡോർ. പുതിയൊരു നമ്മളൊരു ഷോപ്പ് വരികയാണെങ്കിൽ അതിനുവേണ്ടി എല്ലാ സാധനങ്ങളും, അതിന്റെ സൈൻ ബോർഡ്, ഇൻഷോപ്പ് ബ്രാൻഡിങ്, അതിന്റെ ഹോർഡിങ്സ് എല്ലാം കംപ്ലീറ്റ് കേരളം മൊത്തം ചെയ്യുന്നുണ്ട്. എന്താ കമ്പനിയുടെ പേര്? നമ്മുടെ റെഡ് ആരോസ്. വലിയ വലിയ ക്ലയൻസ് ഒക്കെ എല്ലാം ഇവിടെ ജയലക്ഷ്മി, പോത്തീസ്, മറ്റേ ശീമാറ്റി, ബീഗാർഡ്, അങ്ങനെ കോർപ്പറേറ്റ് ക്ലയന്റുകളുടെ കേരളത്തിന് പോലെ തമിഴ്നാടും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബ്രാൻഡിങ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് ഒരു പുതിയൊരു സംരംഭം വരുമ്പോൾ എന്തൊക്കെ അഡ്വർടൈസിംഗ് വേണോ അതിന്റെ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് സാധനം എടുത്ത് നമ്മൾ ചെയ്തു. അതെല്ലാം 25 വർഷം ചെയ്യുന്നുണ്ട്. 25 വർഷം ചെയ്യുന്നുണ്ട്. അതിലെല്ലാ മെഷീനറികളും എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സെറ്റപ്പും കാര്യങ്ങളും 100-150 സ്റ്റാഫ് ഉണ്ട് അതിൽ. പിന്നെ എല്ലാ സാധനങ്ങളും ചെയ്തു. ക്വാളിറ്റിയിലെ ഇപ്പൊ പുതിയ അപ്ഗ്രേഡ് മെഷീനുകൾ എടുത്തിട്ട് പുതിയ അപ്ഗ്രേഡ് മെഷീനുകളാണല്ലോ, അത് എടുത്തിട്ടില്ല എല്ലാ ക്വാളിറ്റി സാധനങ്ങളും ചെയ്തു. സ്വന്തമായിട്ട് എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ? സ്വന്തമായിട്ട് എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, ഓപ്പൽ ഗ്ലാം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്.
ഇതൊക്കെ ഡ്രസ്സിന്റെ അല്ലേ? ആ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ലേഡീസിന്റെ ഡ്രസ് വന്നത് അത് ഇപ്പോ പ്രീമിയം സാധനങ്ങളാണ്. നമുക്ക് 2 ഷോപ്പ് ഉണ്ട്. ഒന്ന് വൈറ്റില ഗോൾഡ് സൂക്കിന്റെ അവിടെ, ഒന്ന് കടവന്ത്ര റോഡിൽ വരണമുണ്ട്. പിന്നെ ഓൾ കേരള A ക്ലാസ് B ക്ലാസ് കടകളിൽ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. മൊത്തം കേരളം മൊത്തം ഈ വർഷം കൊണ്ട് പ്ലാനിങ്. പക്ഷെ എന്നിട്ട് ഈ ഡ്രസ്സ് കണ്ടിട്ട് വളരെ അതൊരു രാഷ്ട്രീയക്കാരന്റെ ഡ്രസ്സാണല്ലോ. ഞാൻ പണ്ട് തൊട്ടേ വൈറ്റും വൈറ്റും ബാക്കി എല്ലാരും കൊണ്ടും ഡ്രസ്സ് മറ്റേ കളർ ഡ്രസ് നല്ല എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന സമയം തൊട്ടേ വൈറ്റും ഇന്നും അങ്ങനെ അല്ലാതെ കോൺഗ്രസ്സുകാരനായിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ ഒന്നുമില്ല. രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഇടുന്നതല്ല. ഞാൻ ചെറുപ്പം തൊട്ടേ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഇടുന്ന ആ ശീലം തുടർന്നു. എന്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. ഞാൻ എറണാകുളത്ത് വന്നിട്ട് 35 വർഷമായി. അപ്പോ ഇവിടെ അന്ന് അവിടെ തൊട്ട് അവിടെ മുണ്ടാ നാട്ടും പറയാനല്ല പണ്ടേ മുണ്ടും ഇതായിരുന്നു. അത് രീതി തന്നെ ഇപ്പൊ തുടർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം ബിസിനസ്സുകളൊക്കെ ഉള്ള ആളായതുകൊണ്ട് ധാരാളം ഓട്ടോ ഉണ്ടല്ലേ? ഓട്ടോ ഉണ്ട്, ഇഷ്ടംപോലെ ഓട്ടോ. അപ്പം അതിനുവേണ്ടിയാണോ ഇതിലേക്ക് വന്നത്? ഇതിലോട്ട് വന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഏതാ ഉപയോഗിച്ചത്? എന്റെ ഇതിനു മുമ്പേ BMW ആണ്. BMW 6 കൂപ്പയുണ്ട്, 6 മറ്റേ സഡാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുണ്ട്, രണ്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് വരുന്ന ഇലക്ട്രിക് ആദ്യമായിട്ട് ഉപയോഗിക്കാം. ഇലക്ട്രിക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വണ്ടി. അപ്പൊ എന്താണ് ഈ 9 എടുത്തേക്കാൻ തീരുമാനിക്കും? 9 എടുത്തേക്കും. ഞാൻ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. BMW-നേക്കാണ് ഇഷ്ടപ്പെട്ടത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓടിക്കാനുള്ള സുഖം, അതിന്റെ അകത്തുള്ള എല്ലാ ഓപ്ഷനുകൾ അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ മൈലേജ്, അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സിറ്റിയിൽ ഓടിക്കാനും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ബെറ്റർ ആണ്. പിന്നെ ലോങ് പോകാനായാലും BMW അതേ കംഫർട്ട് തന്നെ ഇതുണ്ട്. വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. ഞാൻ ഇതിപ്പം ബാംഗ്ലൂർ ഇപ്പൊ കഴിഞ്ഞ മാസം തിരുപ്പതി പോയിട്ട് ഇതിൽ തന്നെ പോയിട്ട് വന്നത്. നല്ല പറഞ്ഞ അതേ മൈലേജും കിട്ടുന്നത്. എത്ര കിട്ടിയപ്പോ? എനിക്ക് 500 മൈലേജ് കറക്റ്റ് 500 കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ അത് നോക്കി കണ്ട് ഓടിച്ചോണ്ടാണ്. അല്ലാതെ നമ്മൾ BMW ഓടിക്കുമ്പോൾ കാല് കൊടുത്ത് പോയാണെങ്കിൽ നമുക്കൊരു 300 കിട്ടും. നമ്മളിടക്ക് കാലൊന്ന് മോഡൽ ഓടിച്ചുകൊണ്ട് എനിക്ക് ആ മൈലേജ് കിട്ടി. അപ്പൊ അത്രയും ദൂരമൊക്കെ ഈ ഇലക്ട്രിക് ഓടിച്ച ആളെന്നുള്ളതിലേക്ക് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ട്രിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വരെ? ഇഷ്ടംപോലെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മളത് പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോകണം. നമുക്കിപ്പോ ഇവിടുന്ന് നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുന്ന എവിടെയാന്ന് നോക്കിയിട്ട് അത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് വെക്കണം, എവിടെയൊക്കെ സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും, ഇത് എപ്പോൾ തീരും സാധനം ഉണ്ടോ എന്ന് ടെൻഷൻ ആവും. അപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂർ പോകുകയാണ്, ബാംഗ്ലൂർ എവിടെയൊക്കെ ഉണ്ടെന്ന് സെർച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. നമ്മുടെ ഡീസൽ അടിക്കുന്ന പമ്പിനാക്കാണ് സാധനം ഇപ്പൊ ഇതുണ്ട്. ആണല്ലോ, ശരി. അപ്പൊ എത്ര % വരെ താഴ്മ സാധാരണ നമ്മൾ ചാർജ് ചെയ്യുന്നത്? നമ്മള് ഒരു 150 എത്തുമ്പോൾ 150 കിലോമീറ്റർ ഓടാറാകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മള് പ്ലാൻ ചെയ്ത് വെക്കും. അതായത് അതിന്റെ അടുത്ത് വെക്കുന്നതിൽ ചെയ്യും. കംപ്ലീറ്റ് തീരാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും, ചിലപ്പോൾ ഒന്നിക്ക് അത് കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഇല്ല. അപ്പൊ നമ്മൾ പെട്ടുപോകും. അത്രയും ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു 100 പിടിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ചാർജിങ് സെന്റേഴ്സിൽ പോകുമ്പോഴത്തേക്ക് എത്ര നേരം എടുക്കും ഇത്? ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം തിരുപ്പതി പോയി എന്ന് പറഞ്ഞാൽ, തിരുപ്പതി പോയപ്പോ ഞാനൊരു ചാർജിങ് സ്റ്റേഷനിൽ കയറി. അവിടെ 24 ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. 360 ഉണ്ട്, 240 ഉണ്ട്. 240 360 240 4 ഉണ്ട്. 240 35 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യും. ഫുൾ ചാർജ് 35 മിനിറ്റ് കൊണ്ട്. 360 എന്ന് പറയുമ്പോൾ ബസ്സിന് ചാർജ് ചെയ്യാൻ ഞാൻ പരീക്ഷിച്ചില്ല. അഥവാ ഇതിൽ കുത്തിയ ബാറ്ററി ഒന്നും കംപ്ലൈന്റ് ആണ്, പരീക്ഷിച്ചില്ല. അപ്പൊ അത് ബസ്സിന് ചാർജ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ 24 ചാർജിങ് സ്റ്റേഷൻ. അപ്പൊ അതുകൊണ്ട് ചാർജിങ്ങിന് എവിടെയും ബുദ്ധിമുട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ മതി. പിന്നെ ആപ്പ് നമുക്ക് ചാർജ് ഇത്തിരി റിസ്ക് അറിയാലോ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമുക്ക് 1ഉം 2ഉം ചാർജ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല, സിമ്പിളാ. ഇപ്പൊ നമുക്ക് പെട്രോൾ പമ്പിനൊക്കെ സുഖമായിട്ട് എനിക്ക്. ഞാൻ ഇതുവരെ ഇപ്പൊ എല്ലാ യാത്രയും BMI എപ്പം ഒരു ദിവസം എടുക്കുമെന്നല്ലാണ്ട് അത് എടുക്കാറില്ല. അത് ഈ പറഞ്ഞ പോലെയാണ്. ഞാനും ഒക്കെ എന്റെ സിറ്റിയിൽ ഓടിക്കാൻ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ പിന്നെ നമ്മുടെ ഈ വലിയ വണ്ടി ഒന്നും തൊടാറില്ല. അതെ, തൊടാറില്ല. ഇത് തന്നെ എടുത്തിട്ടാണ് എല്ലാ യാത്രകളും. എന്താണ് ശരിക്കും BMW ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു 2-3 റീസൺസ് എന്താണ്? ഒന്ന്, നമുക്ക് ഇതിലുള്ള യാത്രാ സുഖങ്ങളും അതിന്റെ സുഖമില്ലാന്നല്ല, BMW സുഖമുണ്ട്. പക്ഷെ അതിലും എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. BMW കുറ്റം പറയുന്നില്ല, പക്ഷെ എനിക്ക് അതിലും യാത്ര സുഖം തോന്നി ഇതിലാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആയാസമായിട്ട് ഓടിച്ചു പോവാം. നമുക്കിപ്പോ ടൗണിൽ നിന്നായാലും ഒരു ഓൾട്ടോ ഓടിച്ചു പോകുമ്പോൾ പോവാം. നമ്മൾ ഓൾട്ടോ ഓടിച്ച് അങ്ങനെ ഒരു ചെറിയൊരു റോഡിലോട്ട് ഓടിച്ചു പോലെ ആ ഒരു ഇതിൽ പോവാം. ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെന്ന് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ഓൾട്ടോ ഓടിച്ചു പോകുന്ന രീതിയിലാണ് ഞാനിത് ഓടിച്ചു പോകുന്നത്. പക്ഷെ BM എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു പോകാം. നമ്മൾ ആ ഒരു വണ്ടിയുടെ ആയതും അങ്ങനെ കയറ്റി അങ്ങനെ പോകാൻ. ഇതാകുമ്പോൾ നമുക്ക് എങ്ങനെ വണ്ടിക്ക് എടുത്തു പോകാം. ഇത് ഓൺറോഡ് 36 ലക്ഷം രൂപയ്ക്ക് വർത്താണോ? 100%. അപ്പൊ ഇതിന്റെ B6 നോക്കിയില്ല, ഒരു നോക്കിയില്ല. B6 എന്ന് പറയുമ്പോ അതൊരു മറ്റേ സെൻട്രൽ ഒരു ആ ഒരു ഇതെല്ലാം അതൊരു ഇതല്ല. അത് പിന്നെ ഫ്രണ്ടിലെത്തിയ ആ ഒരു ഷേപ്പ് ഒന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ ഫസ്റ്റ് അതാ ഓടിച്ചു നോക്കിയത്.
സിറ്റിയിൽ ഓട്ടാന്നല്ലോ, അത് ഓടിച്ച് നോക്കി, ഇത് ഓടിച്ച് നോക്കിയപ്പോ എനിക്ക് പിന്നെ വേറെ പോണ്ടി വന്നില്ല. അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു, അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു. ഇതിന് ബ്ലാക്ക് അന്ന് കിട്ടാനില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ കമ്പനിയുടെ ആളിടപെട്ട് എനിക്ക് ഒരു വണ്ടി ഒരു 20 ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടി. വണ്ടി കിട്ടി. ഇപ്പൊ ഒരു വർഷമായി. മെയ് 2 വന്ന ഒരു വർഷമായി. മെയ് 2 വന്ന ഒരു വർഷമായി. അപ്പൊ ഇത്രയും കാലം ഓടിച്ചുമ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്തെങ്കിലും ഇല്ല, പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. സർവീസിന്റെ സംബന്ധിച്ച് നമ്മൾ അവർ പറഞ്ഞ ടൈമിൽ കൊണ്ടു കൊടുക്കും, ഒരു ദിവസം കൊണ്ട് അവർ അപ്ഡേഷൻ ചെയ്ത് തരും. വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ല. അപ്പൊ എത്ര രൂപയൊക്കെ എത്ര ആവുന്നുണ്ട് സർവീസിന്? സാധാരണ സർവീസിനൊന്നും ഇല്ല, ഫ്രീ അല്ലേ? ഫ്രീ ആണ്. ഇല്ല, സർവീസിന് 5 പൈസ ഇല്ല. ഇപ്പൊ ഒരു വർഷമായി 5 പൈസ ഇതിന് വേണ്ടി ഞാൻ സർവീസിന് മുടക്കില്ല, 1 രൂപ മുടക്കില്ല, എല്ലാം ഫ്രീയാ. വീട്ടിൽ സോളാർ ഉണ്ടോ? വീട്ടിൽ സോളാർ ഉണ്ട്. അതുകൊണ്ട് സോളാർ അതും ഫ്രീ. 36 ലക്ഷം മുടക്കിയാൽ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അതിന് ശേഷം ഒന്നും മുടക്കിയിട്ടില്ല, എല്ലാം ഓക്കെ ആണ്. അപ്പൊ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെ വലിയൊരു സംശയമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായോ എന്ന്. എന്താണ് ഉത്തരം? സമയമായി. ഓ, തീർച്ചയായിട്ടും. അതായത് നമ്മളല്ല, ഞാനിപ്പോ കഴിഞ്ഞ യാത്രയില് തിരുപ്പതി പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ BMW കൊണ്ടുപോകാന്നെങ്കിൽ എനിക്കൊരു 11-12 രൂപ ഡീസൽ അടിക്കണം. ഇത് എനിക്ക് ആകെ വന്നത് 3600 രൂപ. അപ്പൊ ഡിഫറൻസ് മനസ്സിലായില്ല. 3600 രൂപയെ ചാർജ് ചെയ്യാൻ എനിക്ക് ആയിട്ടുള്ളൂ. അതും ഞാൻ ഹൈവേ കണ്ടപ്പോ എനിക്ക് ആ ഒരു ഹൈവേ ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ട് അവിടെയുള്ള ഹൈവേ ഇല്ല, അത് കാണുമ്പോൾ ഇത്തിരി ഞാനൊന്ന് സ്പീഡ് വിട്ടോണ്ട്, അല്ലെങ്കിൽ അത്രയും ആവത്തില്ല. ഒന്ന് കൈവിട്ടു. അതായത് നമ്മൾ ആ റോഡ് അങ്ങ് എൻഡ് കാണുമ്പോൾ ഒന്ന് ഇതിന്റെ അറിയാൻ വേണ്ടി ഓടിച്ചു നോക്കി. അപ്പൊ അതുകൊണ്ട് അത്രയായത്. അപ്പൊ അക്കാര്യത്തിൽ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഈ BMW ഓടിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് തോന്നുന്നത് ജർമ്മൻ വാഹനങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ. അതെ, ഇതെങ്ങനെയുണ്ടോ? ഇല്ല, BMW സ്റ്റെബിലിറ്റി ഇല്ല. അത് നമ്മള് BMW ഓടിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ വിട്ട് ഓടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത് ചവിട്ടി നിൽക്കുമ്പോൾ ഇത് നിൽക്കത്തില്ല. ആ ഒരു വ്യത്യാസം അതിലും ഇതിലുണ്ട്. അപ്പൊ അത് അതിന്റെ ഗുണം വേറെ ഉണ്ട്, ഇതിന്റെ ഗുണം വേറെ ഉണ്ട്. അപ്പൊ അത് BMW എന്ന് മനസ്സിൽ കയറിയിട്ട് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് ഈ വണ്ടിയാന്ന് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ BMW ഒക്കെ ഇലക്ട്രിക് വന്നല്ലോ, അത് കഴിഞ്ഞാൽ അടുത്ത് അതിലേക്ക് വല്ലതും പോകും? അതോ ഞാൻ നോക്കിയിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയിട്ട് നോക്കി, പ്ലാൻ ചെയ്തില്ല. നോക്കി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, BMന്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കി വെച്ചു, പ്ലാൻ ചെയ്തില്ല. അത് ഓടിച്ചപ്പോ ഇതുപാട് വലിയ ഡിഫറൻസ് തോന്നിയോ? ഡിഫറൻസ് തന്നെ ഓട്ടത്തില് അതിന്റെ ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഒരു വ്യത്യാസം. ബാക്കിയെല്ലാം ഇലക്ട്രിക് ഓടിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വലിയ വ്യത്യാസമൊന്നും അതിൽ തോന്നുന്നില്ല. അതായത് ഇതിനെ സംബന്ധിച്ചാൽ പറ്റില്ല, ഇതിൽ ആ റേറ്റിനുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം, സീറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. ഞാൻ കംപ്ലീറ്റ് സീറ്റ് മാറ്റി, നല്ല പുത്തൻ സീറ്റാക്കി വേറെ കംപ്ലീറ്റ് മാറ്റി. എന്തായിരുന്നു അത്? സീറ്റ് നമുക്ക് ഫുൾ ഇല്ല, പകുതി വരെ തൈ സപ്പോർട്ട് കുറവാണ്. അപ്പൊ നമ്മള് നമുക്ക് ഡ്രൈവർക്കൊന്നും പ്രശ്നമില്ല. ബാക്ക് സീറ്റിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് തെന്നി വരും, തെന്നി വരും. അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു വാള് വെക്കാൻ ടെൻഡൻസി, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഇപ്പൊ എന്റെ നില, ഞാൻ എന്റെ വണ്ടി ഓടിച്ചു, അത് നമ്മുടെ ഫ്രണ്ടിനുണ്ട് ഇതേ സെയിം. ഞാൻ എടുത്തതിന് ശേഷം എന്റെ ഫ്രണ്ട് എടുത്തു. പുള്ളിയുടെ വണ്ടിയിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബാക്കിലേക്ക് നമുക്ക് ഇതാ പ്രശ്നം. അപ്പൊ ഞാനത് കൊണ്ടുപോയി കംപ്ലീറ്റ് സീറ്റ് കംപ്ലീറ്റ് മാറ്റി, എല്ലാം നമ്മുടെ BMWയുടെ ബക്കറ്റ് പോലെ സൈഡ് അങ്ങനെ ആക്കി, എല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി എടുത്തു. അപ്പൊ കാണാം. കാരണം ഈ 9 ഓടിക്കുന്ന ആർക്കെങ്കിലും അത് ചെയ്യണമെങ്കിൽ അതൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് നല്ല തൈ സപ്പോർട്ടാക്കി അല്ലേ? തൈ സപ്പോർട്ടാക്കി, അടിപൊളി. അതുള്ള ഇത് എവിടെ ചെയ്തത്? ഇതുണ്ടല്ലേ, ഈ സീറ്റ് കണ്ടില്ലേ, ഇത് ഇവിടം വരെ ഉണ്ടായുള്ളൂ. ഇത് എക്സ്ട്രാ വെച്ച് പിടിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടും, കാലിന്റെ എൻഡ് വരെ സപ്പോർട്ട് കിട്ടും. ഇതെന്ത് എത്ര രൂപ ഇതെല്ലാം കൂടി? എല്ലാം കൂടി തന്നെ 1 ലാഖ് ആവശ്യമാണിത്. 100% ഈ വണ്ടിക്ക് ആവശ്യം. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന 9 ഓണേഴ്സിന് ഇതേ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ ചെയ്ത്? നമ്മൾ ഗാലക്സി എടപ്പള്ളി ഗാലക്സിയിലാണ് ചെയ്തത്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേറെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ മഹീന്ദ്രയുടെ പുതിയ EVകൾ എന്നൊക്കെ പറയുന്നത് ആർക്കും ഒരു കുറ്റവും പറയാനില്ല. ചിലപ്പോൾ ചിലരൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വാഹനത്തിൻ്റെ അടുത്ത് അതുപോലും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യ ഇലക്ട്രിക് ആയി, അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് ഓടിക്കുന്ന BMW പോലെയുള്ള ആൾക്ക് കൃത്യമായൊരു ഫീഡ്ബാക്ക് തന്നത്, തിരുപ്പതി വരെ ഓടിച്ചിട്ടും ഒന്നും ചാർജിങ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ പ്ലാനിങ്, അതാണ് പ്ലാനിങ് അല്ലേ വഴി കിടക്കും. നമ്മളെ ഡീസൽ അടിക്കാൻ പോലെ ലാസ്റ്റ് അവിടെ നിന്ന് അടിക്കാൻ അപ്പുറത്ത് അടിക്കാന്ന് വെച്ചിരുന്ന നടക്കില്ല. എന്താ പ്രശ്നം? നമ്മൾ ചിലപ്പോൾ ചില പമ്പുകളിൽ ചിലപ്പോൾ കറണ്ട് ഇല്ല, അവിടുത്തെ മിഷൻ ചിലപ്പോൾ കംപ്ലൈന്റ് വരുന്നുണ്ട്. ആ കംപ്ലൈന്റ് ആണെങ്കിൽ തന്നെ അവിടെ 3 വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോകും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഒക്കെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് കയറി ചാർജ് ചെയ്ത് ഒരു ചായയിലും കുറിച്ച് റിലാക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇനി BMWന്റെ ഇലക്ട്രിക്കുമായി വീണ്ടും കാണും. താങ്ക് യു. ഓക്കെ. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വാഹനങ്ങളെ പറ്റി അറിയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പണം വളർത്താനുള്ള അവസരത്തെക്കുറിച്ച് കൂടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഏപ്രിൽ 30 അതായത് ഇനി വെറും 6 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമായി തോന്നുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കൊണ്ട് കാണാം. ബൈ.